നെക്സ്റ്റ് എനർജി ലോസസ് ആണ്. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജി അതേപോലെ തന്നെ ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ 100% എഫിഷ്യൻ്റ് ആണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില രീതികളിൽ കുറച്ച് എനർജിയൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ ഹീറ്റ് എനർജിയൊക്കെ ആയിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. നോക്കാം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഒരു ട്രാൻസ്ഫോമറിന് എനർജി നഷ്ടപ്പെടുന്നത്. 2 കാര്യങ്ങൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്. മൊത്തം നമുക്ക് 4 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 പോയിന്റുകൾ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. നോക്കാം. കോപ്പർ ലോസ്, പ്രൈമറി കോയിൽ അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽ, രണ്ടും കോപ്പർ വയേഴ്സാണ്. കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് 0 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കോപ്പർ വയർ കണ്ടക്ടർ ആണെങ്കിൽ കൂടി അതിൻ്റേതായ റെസിസ്റ്റൻസ് ആ കോപ്പർ വയറിനുണ്ടായിരിക്കും. കോപ്പർ വയറിൽ കൂടി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ കറണ്ടിൻ്റെ പാസേജ് കാരണം കുറച്ച് ഹീറ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹീറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. നോക്കാം. സം എനർജി ഈസ് ലോസ്റ്റ് ഡ്യൂ ടു ഹീറ്റിംഗ് ഓഫ് കോപ്പർ വയേഴ്സ് യൂസ്ഡ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. പ്രൈമറി അതൊരു കോയിലാണ്. അതൊരു പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. കോപ്പർ വയർ കൊണ്ടാണ് നമ്മൾ സാധാരണ പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡ് ചെയ്തെടുക്കാറ്. അപ്പോൾ കോപ്പർ വയറിന് റെസിസ്റ്റൻസ് 0 അല്ല. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കൂടി ഒരു എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് അതിനുണ്ടായിരിക്കും. ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ആ കോപ്പർ വയറിനുണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് ഉണ്ടാവുകയും ചെയ്യും. ആ ഹീറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജിയിൽ കുറച്ചൊക്കെ എനർജി ഹീറ്റിൻ്റെ ഫോമിൽ പുറത്തേക്ക് പോകും. ആര് കാരണം? കോപ്പർ വയർ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോപ്പർ ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലോസ്, കോപ്പർ ലോസ് എങ്ങനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാം. കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ കോപ്പർ വയറിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് കൂട്ടാം. തിക്നെസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുക എന്നർത്ഥം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുക എന്നർത്ഥം. കോപ്പർ വയറിൻ്റെ നീളം, ലെങ്ത്തിനെ തൽക്കാലത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് ടേൺസ് ഒരു പക്ഷേ കൂടിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസ് തിക്ക് കോപ്പർ വയേഴ്സ്. മിനിമൈസേഷൻ, യൂസ് തിക്ക് കോപ്പർ വയേഴ്സ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് ഉണ്ടാവുകയും ആ ഹീറ്റ് പുറത്തേക്ക് പോവുകയും എനർജി നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ലോസാണ്. അതായത് ആ ലോസ് കുറയ്ക്കണമെങ്കിൽ കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണം. അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, അതിൻ്റെ ഏരിയ കൂട്ടുക, അതായത് തിക്ക് കോപ്പർ വയേഴ്സ് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തേതാണ് എഡ്ഡി കറണ്ട് ലോസ്. നമ്മൾ ആ ഒരു വർക്കിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയും സമയത്തൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് എഡ്ഡി ലോസ്, എഡ്ഡി കറണ്ട് ലോസ് എന്നുള്ളത്. എഡ്ഡി കറണ്ട് induces in the iron core due to the change in magnetic flux which leads to energy loss in the form of heat. പ്രൈമറി കോയിലിലെ കറണ്ട് മാറുന്നതിനനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ആ കോറ്, സോഫ്റ്റ് അയൺ കോർ ഇരിക്കുന്നതും. അതൊരു സിംഗിൾ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിൽ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. എഡ്ഡി കറണ്ടിൻ്റെ നമുക്കറിയാം ഒരു ഡീമെറിറ്റാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അൺഡിസൈറബിൾ എഫക്റ്റ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എഡ്ഡി കറണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ സ്ലൈസുകളാക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ സ്ലൈസുകളാക്കി മാറ്റി അതിൻ്റെ ഷേപ്പ് നമ്മൾ മാറ്റുന്നില്ല. പക്ഷേ ഒരു സിംഗിൾ ബ്ലോക്ക് ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഷീറ്റുകളാക്കി നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് ഉപയോഗിച്ച് അത് ലാമിനേറ്റ് ചെയ്യുക. അപ്പോൾ എഡ്ഡി കറണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മിനിമൈസേഷൻ അത് തന്നെയാണ്, യൂസ് ലാമിനേറ്റഡ് കോർ. അടുത്തത് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. തേർഡ് വൺ, ഹിസ്റ്റെറിസിസ് ലോസ്. എന്താണ് ഹിസ്റ്റെറിസിസ്, എന്താണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു. The alternating current carries the iron core through cycles of magnetization and demagnetization. നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ മെറ്റീരിയൽ മാഗ്നറ്റായിട്ട് മാറും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ആ മെറ്റീരിയൽ ഒരു നിശ്ചിത മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. ഇനി ആ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിനെ 0 ആക്കുന്നതിനായി നമ്മൾ നേരത്തെ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം.
എങ്കിൽ മാത്രമാണ് ആ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീറോയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ആക്ച്വലി ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ആ ഒരു ഹിസ്റ്ററസിസ്. ആ ഒരു ഫിനോമിനനാണ് ഹിസ്റ്ററസിസ്. ആ ഒരു ലൂപ്പൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചതാണ്. ഒരു എസ് ഷേപ്പുള്ള ഒരു ലൂപ്പൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ലൂപ്പിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ വർക്ക് ഡൺ കൂടുതലാണ്, ഏരിയ കുറവാണെങ്കിൽ വർക്ക് ഡൺ കുറവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ പ്രൈമറിയിൽ കൂടി നമ്മളൊരു കറണ്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് EMF നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന് പ്രത്യേകതയുണ്ട്. അത് സീറോയിൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് മാക്സിമം എത്തുന്നു, പിന്നെ ആ കറണ്ട് കുറയുന്നു, സീറോ ആകുന്നു. പിന്നീട് അത് നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തുന്നു, പിന്നീട് അത് സീറോ ആകുന്നു. അതായത് കറണ്ട് കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ്. അതിനനുസരിച്ച് അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സോഫ്റ്റ് ആൻഡ് കോറിലാണ് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ചുറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി കോയിലിൽ കൂടി നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ ആ സോഫ്റ്റ് ആൻഡ് കോറ് മാഗ്നറ്റായിട്ട് മാറും. കറണ്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റായിട്ട് മാറുകയും കറണ്ട് കുറയുന്നതിനനുസരിച്ച് അത് ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ പെട്ടെന്നാകില്ല. കാരണം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയി കഴിഞ്ഞാലും ആ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആകില്ല. അപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ സോഫ്റ്റ് ആൻഡ് കോറ് മാഗ്നറ്റ് ആകുന്നു, ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. വീണ്ടും കറണ്ട് പോസിറ്റീവ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റ് ആകുന്നു, ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. കറണ്ട് സീറോയിലേക്ക് വരുമ്പോൾ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സൈക്കിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സോഫ്റ്റ് ആൻഡ് കോറ് മാഗ്നറ്റായി മാറുന്നു, അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യുന്നു. അതാണ് ഫസ്റ്റത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ക്യാരീസ് ദ അയൺ കോർ, ആ സോഫ്റ്റ് ആൻഡ് കോർ, ത്രൂ സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ. വർക്ക് ഈസ് ഡൺ ഇൻ ഈച്ച് ഓഫ് ദീസ് സൈക്കിൾസ് ആൻഡ് ഇറ്റ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു വർക്കൊക്കെ ചെയ്യേണ്ടി വരും. ആ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഹിസ്റ്ററസിസ് ലൂപ്പിൻ്റെ ഉള്ളിലെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നല്ല വൈഡായിട്ടുള്ള ഒരു ഹിസ്റ്ററസിസ് ലൂപ്പാണെങ്കിൽ വർക്ക് ഡൺ കൂടുതലായിരിക്കും. നേരവായിട്ടുള്ള ഹിസ്റ്ററസിസ് ലൂപ്പാണെങ്കിൽ വർക്ക് ഡൺ കുറവായിരിക്കും. അപ്പോൾ ഈ ഹിസ്റ്ററസിസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാരണം കുറച്ച് എനർജി ഹീറ്റിൻ്റെ ഫോമിൽ നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തെ മിനിമൈസ് ചെയ്യാൻ? വളരെ ചെറിയ നേരോ ഹിസ്റ്ററസിസ് ലൂപ്പുള്ള മെറ്റീരിയൽസിനെ അവിടെ കോറായിട്ട് ഉപയോഗിക്കുക. അതാണ് മിനിമൈസേഷൻ. യൂസ് കോർ വിത്ത് നേരോ ഹിസ്റ്ററസിസ് ലൂപ്പ്. ഇനി അവസാനത്തെ ഒരു ലോസാണ് നമുക്ക് പറയാനുള്ളത്. അത് ഫ്ലക്സ് ലീക്കേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്രൈമറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്ലക്സും എങ്ങോട്ടും എത്തുന്നില്ല, സെക്കൻഡറിയിലേക്ക് എത്തുന്നില്ല. സാധാരണ ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പ്രൈമറി നമ്മൾ ചുറ്റിയെടുത്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ സെക്കൻഡറി ചുറ്റിയെടുത്തിരിക്കുന്നു. പ്രൈമറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്ലക്സും എങ്ങോട്ടും എത്തുന്നില്ല, നമ്മുടെ സെക്കൻഡറിയിലേക്ക് എത്തുന്നില്ല. ഫ്ലക്സ് കുറച്ച് ലീക്ക് ചെയ്തു പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ഒരു ലോസ് എന്ന് പറയുന്നത്, ഫ്ലക്സ് ലീക്കേജ്. അതിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിമൈസേഷൻ. യൂസ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറിനെ പഠിച്ചു. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും കൂടാതെ തന്നെ മറ്റ് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ പഠിച്ചു. ഒന്ന് കോർ ടൈപ്പും രണ്ടാമത്തെ ഷെൽ ടൈപ്പും. എങ്ങനെയാണ് പ്രൈമറിയെയും സെക്കൻഡറിയെയും ചുറ്റിയിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോർ ടൈപ്പും ഷെൽ ടൈപ്പും പറഞ്ഞത്. കോർ ടൈപ്പ് എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡിൽ പ്രൈമറിയും റൈറ്റ് സൈഡിൽ സെക്കൻഡറിയും. ഷെൽ ടൈപ്പ് എന്തായിരുന്നു? ആദ്യം പ്രൈമറി ചുറ്റുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡറി ചുറ്റുന്നു. രണ്ടും ഇൻസുലേറ്റഡ് ആണ്, രണ്ടും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ ആ പ്രൈമറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്ലക്സും സെക്കൻഡറിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഒഴിവാക്കാം? ഫ്ലക്സ് ലീക്കേജ് ഒഴിവാക്കാനായിട്ട് സാധിക്കും.